എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വിശേഷം അങ്ങോട്ട് കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വർഷയുടെ ശ്രീകാന്തിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ അറിഞ്ഞപ്പോ രേവതിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. പിന്നീട് രേവതി അവരോട് പറഞ്ഞു, എന്തായാലും നടന്നു, ഇനി നിങ്ങൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് രേവതി വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. രേവതി പോയണ്ട് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു, നമുക്ക് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇപ്പൊ തന്നെ ഇതേ ചേച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് കയറ്റുമെന്ന് ശ്രീകാന്തിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇതേ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് അന്വേഷിച്ചു വരും. എന്നെ കാണാനില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരോടി എന്തേ ശ്രീകാന്തിന്റെ വീട്ടിലേക്കായിരിക്കും വരാൻ പോകുന്നത്. അവിടുന്ന് എന്നെ പിടിച്ചോണ്ട് പോകുന്നു പറയാം. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എനിക്ക് ഒരു വീട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകാന്ന് പറയാം. അങ്ങോട്ട് പോയിട്ടുണ്ടായാൽ ശരിയാവോ? നമ്മൾ ചേച്ചിനെ ചതച്ചേനെ തുല്യാവൂലേ? ചേച്ചി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ചേച്ചി വീട്ടിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ അറിയാലോ, ചേച്ചി എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് പോയില്ലെന്ന് ചോദിക്കണം. പോകാതിരിക്കാൻ പറ്റില്ല. നമുക്ക് എടുത്തിന് നാണം കെടുത്താൻ പറ്റില്ല എന്ന് പറയണ. അതൊന്നും ഇപ്പൊ നീ എന്താണല്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. നിനക്ക് ഇപ്പൊ ഞാനാണോ വലുതോ അതോ ഇനിയിപ്പോ മറ്റുള്ളവരുടെ നാണക്കേടാണെന്ന് ചോദിക്കും. അതിപ്പോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇപ്പൊ തന്നെ ഗിഫ്റ്റ് വാങ്ങാൻ പോയ റോഷനും കൂടെ തിരികെ വരും. അതിനു മുമ്പ് ഇവിടുന്ന് പോണെന്ന് പറയാം. എന്നാ ശരി, നീ പറയുന്ന പോലെ തന്നെ ആട്ടെ എന്ന് പറയണം. അങ്ങനെ വർഷയെ ശ്രീകാന്തും കൂടെ വർഷയുടെ ഫ്രണ്ട് അറേഞ്ച് ചെയ്ത വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവരങ്ങോട്ട് പാസ് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് റോഷൻ അങ്ങോട്ട് വരുന്നത്. റോഷൻ വലിയൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ട് വരുന്നേ. അങ്ങനെ സന്തോഷത്തോടു കൂടി വന്ന് അവിടെ എല്ലാം നോക്കുവാണ്. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ വർഷനെ, അവളിത് എവിടെ പോയി? പിന്നീട് അവിടെ കയറി നോക്കുവാണ്. കല്യാണം നടന്ന ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല. കല്യാണം കഴിഞ്ഞോ? ഇനിയിപ്പോ അവള് വീട്ടിലേക്ക് അതിനും പോയോ? പെട്ടെന്ന് റോഷ ഫോൺ എടുത്തിട്ട് വിളിക്കുവാണ് വർഷനെ. വർഷ ആദ്യം ആരാ മോള്? വർഷ അപ്പൊ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ മറുപടി പറഞ്ഞേ. ഇനിയിപ്പോ വീട്ടിലേക്ക് പോയി കാണുമോ? വീട്ടിൽ പോയി നോക്കാം എന്ന് കരുതിയിട്ട് ഗിഫ്റ്റൊക്കെ കാറിനകത്തിട്ട് നേരെ വീട് ലക്ഷ്യം വെച്ച് പോവാണ്. അങ്ങനെ വർഷയുടെ വീട്ടിൽ ചെല്ലുവാണ്. വർഷയുടെ വീട്ടിൽ ചെല്ലും മസൂദനും മഹിമയും കൂടെ ഇറങ്ങി വന്നു. എന്താ മോനെ, എന്താ കാര്യം? അല്ല വർഷ എന്തിയെന്ന് ചോദിക്കുകയാണ്. അതാ എനിക്കും ചോദിക്കാനുള്ളേ. വർഷ എന്തിയാ ആന്റിന്ന് ചോദിക്കണം. അല്ല നിന്റെ കൂടെ അല്ലേ വർഷ വന്നേന്ന് ചോദിക്കണം. എന്റെ കൂടെ വന്നു, എന്നോട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അവള്. എന്നിട്ട് അവൾ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്ന് പറയണം. ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ അവിടെ ഇല്ലാന്ന് പറയാം. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയണം. ഇത് കേട്ടതും മഹിമയും മസൂദിനെ ഒന്ന് പരസ്പരം നോക്കണം. അവർക്ക് എന്തൊക്കെയോ ഒരു ക്ലിക്ക് ചെയ്ത് ഇനിയിപ്പം ഇവനെ പറ്റിച്ചിട്ട് അവള് കടന്നു കളഞ്ഞോ എന്നൊരു ചിന്ത ഒരു വേള അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് മസൂദൻ പറഞ്ഞു, മോനെ അവളുടെ കാര്യം അറിയാലോ, ചിലപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഡബ്ബി സ്റ്റുഡിയോന്ന് കോൾ വന്നിട്ടുണ്ടെങ്കിൽ അവൾ അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകും. മിക്കവാറും ഡബ്ബി സ്റ്റുഡിയോന്ന് കോൾ വന്നിട്ടുണ്ടായിരിക്കും. അവൾ അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം. മോൻ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ല്. അവൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അവളെ കൊണ്ട് വിളിപ്പിക്കാന്ന് പറയാം. ഞങ്ങളെ എനിക്ക് ഇന്നും അത്ര അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. വർഷ പറഞ്ഞിട്ടാ എന്റെ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഞാൻ വർഷയോടൊപ്പം കല്യാണത്തിന് വന്നേ. എന്നിട്ട് അവളെന്നെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്തേ. ഇത് ഞാൻ പൊറുക്കാനൊന്നും പോകുന്നില്ല. അവൾ വരും പറഞ്ഞാലേ എന്നെ വിളിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഷൻ അങ്ങോട്ട് പോവാണ്. റോഷൻ പോയ പറയാ തന്നെ മഹിമ എന്ത് ചെയ്യുക, വർഷ എന്നെ വിളിച്ചു നോക്കുക. അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. അവള് നമുക്കിട്ട് പണി തന്നാ തോന്നുന്ന ഏട്ടാന്ന് പറയണേ. എന്താ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം അവൾ ആ ശ്രീകാന്തിന്റെ ഒപ്പം എങ്ങനെ പോയി കാണുമോ? നീ എന്തൊക്കെയാ പറയണേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അല്ലാതെ ഒരു വഴിയില്ലാന്ന് പറയണേ. ഇത് കേട്ടോ മസൂദനം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രവീന്ദ്രന്റെ അടുത്തേക്ക് ചന്ദ്രമതി വന്നിട്ട് എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണം. അനിയിപ്പോ എന്താ? അല്ല ക്ഷേത്രത്തിലേക്ക് പോയവള് അവിടെ എന്നെ കിടക്കുവാണെന്ന് ചോദിക്കുക. എത്ര സമയമായിട്ട് വന്നില്ലല്ലോ. അവള് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവള് മാല കെട്ടാനും കൂടെ പോയിക്കണം. ഓ എന്റെ ദൈവമേ, അല്ല ഇപ്പം നിനക്ക് വിശക്കുന്നേ അവളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കും. അവള് ഇവിടുത്തെ പാത്രങ്ങളെല്ലാം എടുത്തോണ്ടാണ് പോയത്. ഫുഡ് ഉണ്ടാക്കി വെച്ച് പാത്രം എടുത്തോണ്ടല്ല അവള് പോയിരിക്കുന്നത്. അടുക്കള ഫുഡില്ലേ എടുത്ത് കഴിക്കാൻ മേലേന്ന് ചോദിക്കും. എടുത്ത് കഴിക്കാനുള്ള മടിയാ ചന്ദ്രമതിക്ക്. ഓ എന്ത് ചെയ്യാനാന്ന് പറ. ഓരോരുത്തരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരും. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പെടാപ്പാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിറുപിറുത്തോണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നു. എന്താമ്മേ വാ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയണ. അതെ അവനെയും കൂടെ വിളിക്കാൻ പറയണ. അപ്പൊ ഇവനിന്ന് പോയില്ലേ എന്ന് ചോദിക്കണം ഡ്യൂട്ടിക്ക്. അപ്പൊ ശ്രുതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങനെ ചോദിച്ചേ, അല്ല അത് പിന്നെ അച്ഛാ ഞാൻ പോയിട്ട് വന്നു. നീ എന്താ ഒരു പാർക്കിലൊക്കെ പോയിട്ട് വരുന്ന പോലെ പെട്ടെന്ന് പോയേക്കാനും സ്പീഡ് തിരിച്ചും കൂടെ വരുന്നതെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാന് പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, അത് നിങ്ങൾ എന്തിനാ മനുഷ്യൻ എങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അവൻ ജോലിക്ക് തന്നെ പോയതാ, അവന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ലേ എന്നൊക്കെ പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് കയറുമ്പോഴത്തേനുമാണ്
അങ്ങോട്ട് പാഞ്ഞു പെറുക്കി മഹിമയും മധുസൂദനും കൂടെ വരുന്നേ. അവരങ്ങോട്ട് പാഞ്ഞു വന്നിട്ട് രവീന്ദ്രനോട് ചോദിച്ചു, എന്റെ മോൾ എന്തേന്ന് ചോദിക്കണം. മോളോ? നിങ്ങളുടെ മോൾ എവിടെയാ? നിങ്ങളുടെ വീട്ടിൽ കാണും, അത് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ദേ ഒരു കാര്യം പറഞ്ഞേക്കാ, ദേ നിങ്ങളുടെ മോനെ എന്റെ മോളെ കടത്തിക്കൊണ്ട് പോയെന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് ചന്ദ്രമതി അവരൊക്കെ വരുന്നത്. പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, അല്ല നിങ്ങൾ ആരുടെ കാര്യം പറയുന്നേ? ഓ ഇനി അവന്റെ കാര്യം ഇരിക്കും, സച്ചിയുടെ കാര്യം. സച്ചി എങ്ങോട്ടാ പോയത്, എങ്ങോട്ടാ വരുന്നത് ഒന്നും ഇവിടെ ആർക്കും അറിയാവുന്ന കാര്യമില്ല. ദേ അവന്റെ ഭാര്യ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ പോയിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി ചോദിക്കുക അവൻ എങ്ങോട്ട് പോയെന്ന്. അവനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് പറയാണ്. അല്ല അവളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മധുസൂദനൻ പറഞ്ഞു, അതെ ആ സച്ചിനെ കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞത്, പിന്നെ ആരെ കുറിച്ചാ? ഞങ്ങൾ പറഞ്ഞത് ശ്രീകാന്തിനെ കുറിച്ചാന്ന് പറയാ. ഇത് കേട്ട് ശ്രീകാന്തിനെ കുറിച്ചോ? അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അവൻ ഞങ്ങളുടെ മോളെ കടത്തിക്കൊണ്ട് പോയെന്ന് പറയാം. ദേ അനാവശ്യം പറയരുത്, എന്റെ മോൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞതേ അവളെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം. പിന്നെ ചെയ്യത്തില്ല പോലും, നിങ്ങൾക്ക് ഞാൻ പല വട്ടം വാണിംഗ് തന്ന അറിയാലോ. കഴിഞ്ഞ ദിവസം കൂടെ വിളിച്ചോണ്ട് പോയാൻ പറഞ്ഞല്ലേ അവനെ ഉപദേശിക്കണത്. അപ്പം നിങ്ങൾ എന്താ പറഞ്ഞ? എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എന്റെ മോനെ ഞാൻ നല്ല രീതിയെ വളർത്തിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴെന്താന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് ഇപ്പൊ ശ്രുതി ചോദിച്ചു, എന്താ അച്ഛാ എന്താ ഈ പറയണേന്നൊക്കെ ചോദിക്കും. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഇനി ഇവരുടെ മോളും ശ്രീകാന്ത് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ല മോളെ, ഇഷ്ടത്തിലൊന്നും അല്ലായിരുന്നു. ശ്രീകാന്തിനോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചാ ഫ്രണ്ടാന്ന് മാത്രം പറഞ്ഞേ, അതിനപ്പുറത്തേക്ക് അവർ തമ്മിലൊരു ബന്ധമില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും മഹ്യം പറഞ്ഞു, അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നേ, അല്ലല്ലോ. നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അതെ എനിക്കറിയാം അവർ തമ്മിൽ ഇഷ്ടത്തില്ല, പല വട്ടം ഇത് അവളോട് ഞങ്ങൾ പറഞ്ഞ, പക്ഷെ അവള് ഞങ്ങൾക്കിടെ എല്ലാം പണി നിന്നിട്ടാ വിട്ടു കളഞ്ഞേ. ഇന്നോള് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് തന്നെ ശ്രീകാന്ത് വന്ന് കൂട്ടിക്കൊണ്ട് പോകാണ്ട് ചെയ്തെന്ന് പറയണം. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അവൻ അത്രക്കാരനൊന്നുമല്ല, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. അവൻ രാവിലെ ജോലിക്ക് പോയതാ റെസ്റ്റോറൻറ്റിലേക്ക്, അവൻ റെസ്റ്റോറൻറ്റിൽ ജോലി ആയിരിക്കും എന്ന് പറയണം. പിന്നീട് ശ്രീകാന്തിനെ വിളിക്കുവാണ്. അപ്പൊ ശ്രീകാന്തും വർഷയും കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. പെട്ടെന്ന് വർഷ വെച്ച്, ആരാ? വീട്ടിൽ നിന്നാന്ന് പറയാം, അച്ഛനാന്ന് പറയാം. നീ ഫോൺ ഓഫ് ചെയ്തില്ലേ? ഇല്ല. നീ എന്താ ഓഫ് ചെയ്യാത്തേ? അയ്യോ അതെങ്ങനെ ഓഫ് ചെയ്യുന്നേ? അച്ഛൻ വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇതേ ശ്രീകാന്തെ, നമ്മുടെ നമ്പർ ട്രേസ് ആയതങ്ങനെ അവര് വന്നിട്ടുണ്ടെ തീർന്നു, എന്നെ വന്ന് പിടിച്ചോണ്ട് പോകുന്നു പറയണം. അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റില്ല, അച്ഛൻ വിളിച്ചോണ്ടിരിക്കുക, ഞാൻ കോൾ എടുക്കട്ടെ എന്ന് പറയാം. വേണ്ട വേണ്ട നീ കോൾ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ചു. എന്നിട്ട് ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യാണ്. നീ എന്താ വർഷയെ കാണിച്ചെന്ന് ചോദിക്കാം. ഇപ്പൊ ഈ കോൾ എടുത്തിട്ടുണ്ടെങ്കിലേ നമ്മളങ്ങോട്ട് ട്രാപ്പിലാവും, അറിയാലോ. നമ്മളെ കൈയോടെ വന്ന് പിടികൂടും. കല്യാണം കഴിച്ചവർക്ക് വെറുതെ ആവുമെന്ന് പറയണം. ശ്രീകാന്തിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ കോള് കട്ടായി പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശ്രുതി വന്നിട്ട് ചോദിച്ചു, എന്താച്ചാ എന്ത് പറ്റി? കോൾ എടുക്കണില്ലേന്ന് ചോദിക്കും. കോൾ എടുക്കുന്നില്ല, എന്തോ തിരക്കിലാന്ന് തോന്നുന്നു പറയണം. ഒന്നുകൂടെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി മേടിച്ചിട്ട് ആ ഫോൺ മേടിച്ചിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പത്തേനും സ്വിച്ച് ഓഫ് എന്നാ മറുപടി വന്നേ. സ്വിച്ച് ഓഫ് ആണല്ലോ അച്ഛ പറയണേന്ന് പറയണം. കണ്ടില്ലേ, അവൻ മനഃപൂർവ്വം ചെയ്യുന്ന, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന, എന്റെ മോളെയും കടത്തിക്കൊണ്ട് പോയിരിക്കുന്ന. ഇതങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞല്ലോ, വെറുതെ നിങ്ങൾ ഇവിടെ കിടന്ന് വായിട്ടലക്കണ്ട, എന്റെ മോനെ അങ്ങനെയും ചെയ്യത്തില്ല, അത്രക്കാരനല്ലെന്ന് പറയണം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരു പോലീസ് ജീപ്പ് വരുന്നത്. അങ്ങനെ പോലീസ് ജീപ്പിനകത്ത് SIയും കോൺസ്റ്റബിൾമാരും അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അവർ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതല്ലേ രവീന്ദ്രന്റെ വീടെന്ന് ചോദിക്കുക. അതേന്ന് പറയണം. അതെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. കംപ്ലൈന്റോ? അതെ ഈ മധുസൂദന്റെ മഹിമയുടെ മോളെ നിങ്ങളുടെ മോൻ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ. സാറേ അതൊക്കെ വെറുതെ പറയുന്ന, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും SI പറയും, അല്ല നിങ്ങളുടെ മോനിപ്പോ എവിടെയാ? അവർ റെസ്റ്റോറൻറ്റ് രാവിലെ ജോലിക്ക് പോയതാ. അല്ല അവനെ വിളിച്ചില്ലേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാ. അപ്പൊ എന്താണെങ്കിലും അവൻ അവളെ കൊണ്ട് പോയി കാണുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടിട്ട് രവീന്ദ്രൻ, ഇല്ല സാറേ അവൻ അങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറയാം. എന്നാ നിങ്ങളുടെ മോനെവിടെ? നിങ്ങളുടെ മോനെ വിളിക്കാൻ പറയണം. അല്ല അത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രവീന്ദ്രനാണെങ്കിലും ഒരു കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, സാറേ എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെന്റ് സ്റ്റാഫായിരുന്നു, KSRTCയുടെ ഡ്രൈവറായിരുന്നു. റിട്ടയർ ആയിട്ട് കുറച്ച് നാൾ മാത്രമേ ആയുള്ളൂ. പിന്നെ ഞങ്ങളുടെ അത്രക്കാരെ കുടുംബമൊന്നുമല്ല, ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന സ്വഭാവമൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല എന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. പോരാത്തതിന് ഇത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയ കേസും കൂടെയാണ്, അവൾ മിസ്സിങ്ങുമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഞങ്ങൾക്ക് കണ്ടെടുത്തിയേ മതിയാവുള്ളൂ എന്ന് പറയാം. അതിന് സാറേ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവനെ തന്നെ കൊണ്ടുപോയിക്കുന്ന എന്താ ഉറപ്പിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മോനെ വിളിക്കാൻ പറയണം. രവീന്ദ്രൻ ഉത്തരം മുട്ടി, വല്ലാത്തൊരവസ്ഥയില. ഈ സമയം മധുസൂദനൻ പറഞ്ഞു, എന്റെ സാറേ ഇതല്ല ഇതിലപ്പുറം ഇവര് പറയും, ഇതിനു മുമ്പ് പലതവണ ഞങ്ങള് പറഞ്ഞിട്ടുള്ള ഇവരോട്. അപ്പൊ പറഞ്ഞു ഇവരുടെ മോൻ അങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. മഹി പറഞ്ഞു, കള്ളത്തര സാറേ, മൊത്തം ഇവറ്റുകൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. അതുകൊണ്ട് സാറേ ശരിക്കും ഒന്ന് പിടിച്ച് ചോദ്യം ചെയ്യണം, അറിയാം എവിടെയാ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കിട്ടണം, ഒരു പോറൽ പോലെ ഏൽക്കാതെ കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടതും SI പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. എന്തിനാ സാറേ? നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വാ, കാരണം ഇവര്
ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അന്വേഷിക്കണമല്ലോ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് സൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാൻ പറയാണ്. ഇത് കേട്ടും രവീന്ദ്രൻ പറഞ്ഞു, അല്ല സാറ് ഞങ്ങളങ്ങോട്ട് വരണോ? വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. എന്നാൽ ശരി, ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറയണം. അങ്ങനെ രവീന്ദ്രൻ ഡ്രസ്സ് മാറ്റിയിട്ട് തരും. ചന്ദ്രമതി പറഞ്ഞു, നമ്മളിനി എന്ത് ചെയ്യും സുധീന്ന് ചോദിക്കാം, നമുക്കും പോകാന്ന് പറയും. അവരങ്ങനെ താഴേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ എസ് ഐ പറഞ്ഞു, ഈ വണ്ടിക്കകത്തേക്ക് കയറാൻ പറയാണ്, ജീപ്പിനകത്തേക്ക്. അല്ല സാറേ, ജീപ്പിനകത്ത് വരണോ? ഞങ്ങൾ ഓട്ടോയ്ക്ക് വന്നോളാന്ന് പറയണം. അതൊന്നും വേണ്ട, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നാൽ മതി, കയറാൻ പറയാണ്. അങ്ങനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റി. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റും പുറത്തൊക്കെയുള്ള ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് അതിലൊരു ഓട്ടോറിക്ഷയിലേക്ക് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ശ്രുതിയൊക്കെ കയറുവാണ്. അച്ഛനെ തന്നെ വിടാൻ പറ്റില്ലോ. അങ്ങനെ ഓട്ടോറിക്ഷ പോലീസ് ജീപ്പ് അങ്ങോട്ട് പോകുമ്പോഴാണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി വരുമ്പം അച്ഛനെ കയറ്റിക്കൊണ്ട് പോലീസ് ജീപ്പ് അങ്ങോട്ട് പോകുന്നുണ്ട്. രേവതിക്ക് എന്താ കാര്യം എന്നറിയില്ല. അപ്പൊ അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, എന്താ ഏട്ടാ കാര്യം? ഇതേ ഇപ്പൊ ഇന്ന പോലീസ് ജീപ്പിൽ അച്ഛനെ കയറ്റിക്കൊണ്ട് പോയെന്ന് ചോദിക്കാം. അതെ, ശ്രീകാന്ത് ഏതോ പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിക്കുന്ന. അയ്യോ അങ്ങനെയൊന്നും അല്ല ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് ആ വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ പോലീസ് ജീപ്പിൽ നടക്കുകയാണ്. അങ്ങനെ ഇതിനകത്തേക്ക് വന്നു, സ്റ്റേഷനകത്തേക്ക് കയറി. പിന്നീട് പറഞ്ഞു, സത്യം പറ, നിങ്ങൾ സത്യം പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെയല്ല സാറ് പറഞ്ഞേ, വന്നിട്ടൊരു സൈൻ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞാലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ അങ്ങനെ പലതും പറയും, നിങ്ങളെ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. അതെ, നിങ്ങളുടെ മോൻ വരാതെ നിങ്ങളെ ഇനി വിടാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, ഇതെന്ത് ന്യായമാണ് സാറേന്ന് ചോദിക്കുകയാണ്. ശ്രുതി വന്നിട്ടൊരു, സാറേ ഇത് ശരിയല്ല, കാരണം ശ്രീകാന്ത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയാണ്. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അതെ അവനും അവളും തമ്മിൽ പ്രണയത്തിലൊന്നും അല്ലായിരുന്നു, ഞാൻ അവനോട് ചോദിച്ചാ എന്റെ മോൻ അങ്ങനെ തെറ്റും ചെയ്യത്തില്ല സാറേ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മധുസൂദൻ പറഞ്ഞു, വെറുതെ പറയുന്ന സാറേ, ഇവനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടാ ഇയാളോട് ചെന്ന് എന്റെ മോളെക്കുറിച്ചും ഇവന്റെ മോനെക്കുറിച്ചും പറഞ്ഞ അന്നെല്ലാം വന്നു കഴിയുമ്പോഴത്തേനും ഇവൻ എന്താ ചെയ്തോ അങ്ങനെയൊന്നും ഇല്ലാന്നും പറഞ്ഞു വിടുകയോ ചെയ്ത് എന്നെന്ന് പറയണം. സത്യമുണ്ടോ പറയണേ? അത് പിന്നെ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയതാ സാറേന്ന് രവീന്ദ്രൻ പറയാണ്. എന്ത് ഭീഷണിയാണെങ്കിലും നിങ്ങളുടെ മോനെ കാണുന്നില്ലോ, അപ്പൊ നിങ്ങളുടെ മോൻ തന്നെയല്ലേ അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോയേക്കെന്ന് ചോദിക്കുക. എന്റെ സാറേ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാണ്. ഇനി കൂടുതലൊന്നും താൻ പറയണ്ട, ഒരു കാര്യം ചെയ്യാം, ഇവനെ അങ്ങോട്ട് പിടിച്ചിരുത്താൻ പറയാണ്. ഇത് കേട്ടതും രവീന്ദ്രൻ, സാറേ എന്നെ എന്തിനാ അവിടെ പിടിച്ചിരുത്തുന്നേ? അതെ, നിങ്ങളെ മോൻ വന്നിട്ട് മാത്രം നിങ്ങൾ ഇനി വിടാൻ പോകുന്നുള്ളൂ. പിന്നീട് പറഞ്ഞു, അല്ല ഇവരുടെ മരുമോൾ എങ്ങനെ ക്ഷേത്രത്തിൽ പോയേക്കോന്നല്ലേ പറഞ്ഞേ, അവിടെയും കൂടെ ഒന്ന് പോയി അന്വേഷിക്കുക, ഇനിയിപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടോന്ന് അറിയത്തില്ലോ, പോയി അന്വേഷിക്കാണ്ട് ഒരു കോൺസ്റ്റബിളിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. പെട്ടെന്ന് ചന്ദ്രമതിക്ക് എന്തിനാ ചന്ദ്രമതി രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രവിയേട്ട ഇനി എന്താ ചെയ്യുന്നത്? എനിക്ക് അറിയത്തില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരിക്കും അവന്, ഒരു പക്ഷേങ്കിൽ അവന്റെ ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയി പോയതാണെന്ന് അറിയത്തില്ലോ. എന്റെ മോൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല ചന്ദ്ര, എനിക്ക് ഉറപ്പാണെന്ന് പറയണം. ആ സമയത്തും രവീന്ദ്രനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ശ്രീകാന്ത് അങ്ങനെ ചെയ്യുമെന്ന്. തന്നോട് പറയാതെ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും തീരുമാനം എടുക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് സുധീരെ അടുത്ത് എന്നിട്ട് ചന്ദ്രമതി, ചിനി എന്ത് ചെയ്യും? നമ്മുടെ അച്ഛനെ ഇവിടെ പിടിച്ചിരുത്തിയേക്കുമല്ലേ, അവൻ വരാതെ വിടത്തില്ല. ഈ സമയത്ത് അതെ ആ സച്ചി ഇത് എവിടെ പോയി കിടക്കുവാണോ എന്തോന്ന് പറയണം. ഇവിടെ ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് അറിയാൻ പറ്റുന്ന ഏതെങ്കിലും ലോയർ ഉണ്ടോ എന്ന് നോക്കട്ടെ, ഞാനൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ അച്ഛനെ ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമല്ലോ, ഇനിയിപ്പോൾ അവർ ആരും വരാതെ വിടത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമെങ്കിൽ ഏതെങ്കിലും വക്കീൽ വരികയും ചെയ്യണം. അതോർത്തിട്ട് ശ്രുതി അങ്ങോട്ട് പോവാം. ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി രവീന്ദ്രൻ ഇരിക്കുകയാണ്. ആ സമയം രേവതി എന്ത് ചെയ്യുകയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി തന്നെ വർഷേനെയൊക്കെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. ആകെപ്പാടെ ടെൻഷനായി രേവതിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവർ മനസ്സുപോലെ ചീറ്റ് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും മുങ്ങിയതാണെന്നൊരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന് ശേഷമുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങൾ കേട്ടോ. അത് മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഇപ്പോഴീ പറയുന്ന നാളത്തെ പ്രൊമോ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ രേവതിയുടെ സച്ചിയുടെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം ഇപ്പം ഈ പറഞ്ഞ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നാളെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.